ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നീർദോശയുടെ റെസിപ്പിയാണ്. നീർദോശ സാധാരണ പച്ചരി കുതിർത്ത് അരച്ചൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇത് കുറച്ചും കൂടി ഈസി ആയിട്ട് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന ഒരു നീർദോശയാണ് കേട്ടോ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ അപ്പം ഇടിയപ്പം പൊടി വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 1 കപ്പ് എടുക്കുക. അതിൻ്റെ കൂടെ 1/2 കപ്പ് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്. വെറുതെ അരിപ്പൊടി മാത്രം അല്ലെങ്കിൽ അരി അരച്ച് മാത്രം ചെയ്യുന്നേക്കാളും കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നീർദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ എത്ര അരിപ്പൊടി എടുക്കുന്നോ അതിൻ്റെ പകുതി അളവിൽ തേങ്ങയും കൂടി എടുക്കുക. പിന്നെ നമുക്ക് മാവ് റെഡിയാക്കാം. ഇപ്പോൾ ഒരു മിക്സി ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ അളവിൽ പെരുംജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പെരുംജീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. തേങ്ങയും അരിയും മാത്രം അരച്ചുണ്ടാക്കുന്നേക്കാളും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം. ഇതുപോലെ ഒട്ടും തരിയില്ലാതെ കിട്ടണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അരിപ്പൊടിയും നമ്മൾ ഈ തേങ്ങ അരച്ചതും കൂടി ജസ്റ്റ് ഒരു മിക്സിംഗ് ബൗളിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കുമ്പോൾ ദോശ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ 1 കപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ മിക്സിയുടെ ബൗളിലിട്ട് തന്നെ ഇത് കട്ടയൊന്നും ഇല്ലാതെ ഒന്ന് കലക്കിയെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് അരച്ചിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മാവ് നല്ല ലൂസ് ആയിരിക്കണം കേട്ടോ. നീർദോശയുടെ മാവ് വെള്ളം പോലെ ലൂസ് ആയിരിക്കണം എന്നാണ്. നീർന്ന് വെച്ചാൽ വെള്ളം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുപോലെ ലൂസ് ആയിട്ടുള്ളൊരു മാവായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഏകദേശം 2.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന അരിപ്പൊടിക്ക് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല ലൂസ് ആയിട്ടുള്ളൊരു മാവ് ആയിരിക്കണം. വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാലിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി വരുന്ന മാവായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരയ്ക്കാനും അരിപ്പൊടി മിക്സ് ചെയ്യാനും പിന്നെ ഇത് ലൂസ് ആക്കാനും എല്ലാം കൂടി 2.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അല്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര നിർബന്ധമില്ല, പക്ഷെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോഴും കുറച്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഇന്ന് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം ദോശക്കല്ല് അല്ലെങ്കിൽ കാസ്റ്റ് അയൺ പാൻ വേണമെങ്കിലും ഉപയോഗിക്കാം. നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടിപ്പിടിക്കും അല്ലെങ്കിൽ വരത്തില്ല എന്നൊക്കെ സംശയം ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് എണ്ണ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം മാവ് ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ എണ്ണ ഒഴിക്കാതെയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, മാവ് ഒഴിക്കുന്ന സമയത്ത് പാൻ നല്ല ചൂടായിരിക്കണം. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഇളകി വരും, കറക്റ്റ് ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. പിന്നെ നമുക്ക് മാവ് ഒഴിക്കാം. ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം മാവ് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടിയില്ല എന്ന് വിചാരിച്ച് കൂടുതൽ മാവ് മുകളിലോട്ട് ഒഴിക്കണ്ട. അപ്പോൾ ഒത്തിരി കട്ടിയായി പോവും. ജസ്റ്റ് ഒരു 2 സ്പൂൺ മാവ് ഒഴിച്ച് ചെറുതായിട്ട് പാൻ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടച്ചു വെക്കുക. ഒരു 1 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടാവും. ഒട്ടും കനവില്ലാത്ത ദോശ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈസി ആയിട്ട് ഇതുപോലെ ഇളകി വരികയും ചെയ്യും. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ദോശയും റെഡിയാക്കി എടുക്കാം. പാനിലോട്ട് മാവ് ഒഴിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇങ്ങനെ ഹോൾസ് വരണം, കണ്ടല്ലോ. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം കേട്ടോ. പാനിൻ്റെ ചൂട് കറക്റ്റ് ആയിരിക്കണം, അതുപോലെ മാവിൻ്റെ പരുവവും കറക്റ്റ് ആയിരിക്കണം. ഈ 1 കപ്പ് മാവ് വെച്ചിട്ട് ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 നീർദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പാനിൻ്റെ സൈസ് പോലെയാണ് കേട്ടോ. കുറച്ചും കൂടി ചെറിയ പാൻ എടുക്കുകയാണെങ്കിൽ ഒരു 10 നീർദോശയൊക്കെ വേണമെങ്കിൽ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് 10 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നീർദോശയാണ്. നല്ല ടേസ്റ്റാണ്. കറിയൊന്നും ഇല്ലാതെ തന്നെ ചൂടോടുകൂടി കഴിക്കാൻ അത്രയും ടേസ്റ്റ് ഉണ്ട്. കുട്ടികൾക്കും ഒക്കെ ഇഷ്ടാവും. നല്ല സോഫ്റ്റ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാലോ, കണ്ടില്ല, ഒട്ടും കനവില്ല.
പിന്നെ ഇതിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയോ കടലക്കറിയോ തേങ്ങാ ചമ്മന്തിയോ ഏത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.